ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം ഉത്തമഗീതങ്ങൾ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം. മെൽസറിനോട് അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ച് നോക്കിയാലും. ദാനിയേലിനും കൂട്ടുകാർക്കും മേൽവിചാരകനായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് മെൽസർ. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ ഷണ്ഡാധിപന്മാരിൽ പ്രധാനിയായ അശ്പനാസ് ദാനിയേലിനെയും കൂട്ടുകാരുടെയും ഭക്ഷണ ചുമതലയിൽ മേൽനോട്ടം വഹിക്കുവാൻ ചുമതലപ്പെടുത്തിയ വ്യക്തിയായിരുന്നു മെൽസർ. മെൽസർ എന്ന വാക്കിനെ കുറിച്ച് പല വാദഗതികൾ നിലനിൽക്കുന്നു. കാരണം മലയാളം വേദപുസ്തകത്തിൽ ഇതൊരു വ്യക്തിയുടെ പേരായി അഥവാ മെൽസർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് പരിഭാഷകളിൽ വിവിധ സ്ഥാനപ്പേരുകളായ സ്റ്റിവാർഡ് അഥവാ കാര്യസ്ഥൻ, ഗാർഡ്, ചീഫ് ഒഫീഷ്യൽ എന്നിങ്ങനെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മെൽസർ എന്നത് ഒരു വ്യക്തിയുടെ പേര് എന്നതിനേക്കാൾ ഉപരിയായി ഒരു സ്ഥാനപ്പേരായി കരുതുന്നതാണ് ഉചിതം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ദാനിയേലോ ഷണ്ഡാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മീശായേലിനും അസര്യാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോട് എന്നാണ്. ഇവിടെ ഈ വ്യക്തിയോട് ദാനിയേൽ ഇപ്രകാരം പറയുന്നു. നമ്മൾ കുറിവാക്യമായി വായിച്ച വാക്യം: അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ച് നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തു നോക്കുക, പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്നാണ് ഇവിടെ ദാനിയേൽ മെൽസറിനോട് അല്ലെങ്കിൽ അവർക്ക് മേൽവിചാരകനായി നിയമിച്ചിരുന്ന വ്യക്തിയോട് പറയുന്നത്. എന്നാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ വ്യക്തി, മേൽവിചാരകനായി നിയമിച്ചിരുന്ന വ്യക്തി, ഈ കാര്യത്തിൽ ഈ ബാലന്മാരുടെ അപേക്ഷ കേട്ടു. തുടർന്നുള്ള 10 ദിവസം അദ്ദേഹം ഇവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അദ്ദേഹത്തിന് ഒരു അത്ഭുതം കാണുവാനായിട്ട് സാധിക്കുന്നു. മെൽസർ അഥവാ മേൽവിചാരകൻ എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തി ഇവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്: 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു എന്നാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, ശാഖപദാർത്ഥം എന്ന് പറഞ്ഞാൽ അത് വെജിറ്റേറിയൻ ഫുഡ് ആണ് എന്ന്. തുടർന്ന് അവിടെ പറയുന്നത്, അതിനാൽ ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു എന്ന്. അത് മാത്രമല്ല, ദാനിയേലിന്റെ ഒരു പ്രത്യേകത, ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മിതത്വം പാലിക്കുവാൻ, മാത്രമല്ല ഭക്ഷണകാര്യങ്ങളിൽ മിതത്വം പാലിക്കുവാൻ ചെറിയവരോ വലിയവരോ ആയ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയാത്ത ഒന്ന് ദാനിയേലിനും കൂട്ടുകാർക്കും സാധിക്കുന്നു. അതിന് മനസ്സോടെ ആണെങ്കിലും ഈ മേലുദ്യോഗസ്ഥനും ഭാഗഭാക്കാകേണ്ടി വരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പൂർണ്ണ പിന്തുണ ഈ ബാലന്മാർക്ക് ലഭിക്കുന്നു. ഇവരെ പോലെ ജീവിതത്തിൽ നമുക്കും ഒരു മിതത്വം ആവശ്യമാണ്. ലളിത ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നാം കഴിക്കുന്ന ആഹാരത്തിൽ, നാം ധരിക്കുന്ന വസ്ത്രത്തിൽ, നാം ഓരോരുത്തരും പർച്ചേസിങ് നടത്തുമ്പോൾ, നമുക്കൊക്കെ ഓരോ സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ ഇവയിലെല്ലാം മിതത്വം പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം ലളിത ജീവിതം നയിക്കുവാൻ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ചെറിയ ജീവിതത്തിൽ ധാരാളിത്വം കാണിക്കുന്നവരാകാതെ ജീവിതത്തിൽ മിതത്വം പാലിച്ച് ലളിത ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.